വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പഴയ നിയമത്തിലെ 5 നിയമപുസ്തകങ്ങളാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം. ഇവയെ പഞ്ചഗ്രന്ഥി എന്നുകൂടി വിശേഷിപ്പിക്കുന്നു. 16 ചരിത്ര പുസ്തകങ്ങളാണ് ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹമിയ, തോബിത്ത്, യൂദിത്ത്, എസ്തർ, 1 മക്കബായർ, 2 മക്കബായർ. 7 പദ്യപുസ്തകങ്ങളാണ് ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ. 18 പ്രവാചക പുസ്തകങ്ങളാണ് യേശയ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഓസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹൂം, ഹബൂക്കൂക്ക്, സെഫാനിയ, ഹഗായി, സക്കറിയ, മലാക്കി. പുതിയ നിയമത്തിലെ ആദ്യ 5 പുസ്തകങ്ങളിൽ മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നീ സുവിശേഷങ്ങൾക്ക് പുറമെ അപ്പസ്തോല പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. 14 അപ്പസ്തോലിക ലേഖനങ്ങളാണ് റോമ, 1 കൊറിന്തോസ്, 2 കൊറിന്തോസ്, ഗലാത്തിയ, എഫേസോസ്, ഫിലിപ്പി, കൊളേസോസ്, 1 തെസലോണിക്ക, 2 തെസലോണിക്ക, 1 തിമത്തിയോസ്, 2 തിമത്തിയോസ്, തീത്തോസ്, ഫിലമോൻ, ഹെബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാന ഗ്രന്ഥമാണ് യോഹന്നാനുണ്ടായ വെളിപാട്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.